വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മുടെ പുതിയ സീസണിൻ്റെ ഫിക്സ്ചർ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. മനോഹരമായ ഒരു ഫിക്സ്ചർ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇതിനെങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫിക്സ്ചർ ലിസ്റ്റാണ് നമുക്ക് പ്രീമിയർ ലീഗ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ കളി ഓഗസ്റ്റ് 17 നടക്കാൻ പോകുന്നത് ആഴ്സണലിനെതിരെ ഹോമിലാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഫുൾഹാമായിട്ട് കളിയുണ്ട്, അത് എവേ മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ബേൺലി ആയിട്ട് കളിയുണ്ട്, ഹോം മത്സരമാണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് എവേ മത്സരം, അത് കഴിഞ്ഞ് ചെൽസി ആയിട്ടൊരു ഹോം മത്സരം, പിന്നെ ബ്രെൻഫോർഡ് എവേ, പിന്നെ സണ്ടർലാൻഡായിട്ട് ഹോമിൽ, പിന്നെ ലിവർപൂൾ എവേ. അപ്പോൾ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിക്സ്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 5 മത്സരങ്ങളിൽ 3 ആദ്യത്തെ 5 മത്സരങ്ങളിൽ 3 ബിഗ് 6 ക്ലബ്ബുകൾക്കെതിരെയാണെന്നുള്ളതാണ്. മാത്രമല്ല ഒപ്റ്റയുടെ ഒരു അനാലിസിസും വന്നിരുന്നു. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഫിക്സ്ചർ ഉള്ളത് നമുക്കാണെന്നുള്ളൊരു കാര്യവും ഒപ്റ്റയുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന എല്ലാവർക്കും ചോദിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ടീമുകളെയൊക്കെ എല്ലാവരും തമ്മിൽ കളിക്കണ്ടല്ലോ, പിന്നെ എന്തിനാണിത് ഇത്ര വിഷമിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിൽ ഷുവർലി ഒരു പോയിൻ്റ് ഉണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഫോം എന്തായിരുന്നു? 2 മത്സരങ്ങൾ പോലും തുടർച്ചയായിട്ട് ജയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ നമ്മൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെ ആയിരിക്കും ഒരു തുടർച്ച പോലെ ഈ സീസണിലേക്ക് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ പറയുന്ന ടീമുകൾക്കെതിരെ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല നമുക്കൊരു നല്ല മൊമെൻറ്റം, ഒരു സീസൺ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു നല്ല മൊമെൻറ്റം കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു 3-4 മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് ജയിച്ച് പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ മാനേജറിൻ്റെ കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യും, ഫാൻസിൻ്റെ കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മിക്കവാറും റൂബൻ അമോറിം ഔട്ട് എന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം ഈ ഒരു കാര്യം നമ്മൾ അമോറിമിനെ എത്തും എന്നുള്ള കാര്യം ക്ലബ്ബ് തീരുമാനിച്ചപ്പോൾ തൊട്ടുള്ള സമയത്ത് ഞാൻ പറയുന്നതാണ്. ആദ്യത്തെ ഒരു 10 മത്സരത്തിൽ നമ്മൾ ഷുവറായിട്ട് കുറച്ച് മത്സരങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഫാൻസ് എല്ലാം ഇയാൾ റൂബൻ അമോറിം ഔട്ടാവും. കാരണം ഇയാളുടെ ക്രൗഡ് കൺട്രോളൊന്നും ആ സമയത്ത് വർക്കാവില്ല. കാരണം ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ പ്ലേയേഴ്സിനെയൊക്കെ എത്തിച്ചു കൊടുക്കും. അതിനുശേഷം ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, വിജയങ്ങളില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീഡിയയും പൊക്കിക്കൊണ്ട് വരും. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ എവിടെയാണ് ഫിനിഷ് ചെയ്തത്, അതൊന്നും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരിക്കലും യുണൈറ്റഡിനെ സംബന്ധിച്ച് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതിപ്പോൾ കഴിഞ്ഞ സീസൺ പറയായിരുന്നു പുള്ളി ഇടയ്ക്ക് വന്ന മാനേജറാണ്, അതുപോലെ പ്ലെയേഴ്സൊന്നും പുള്ളിയുടെ അല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ നിൽക്കായിരുന്നു. പക്ഷേ ഇനി നോ മോർ എക്സ്ക്യൂസസ് ആണ്. അതിനകത്തേക്കാണ് എരിതീയിലേക്കാണ് എടുത്ത് ചാടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബ്ബും അമോറിയും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ മക്കളെ അടുത്ത സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പൊട്ടിത്തെറി ആയിരിക്കും. ഈ കഴിഞ്ഞ സീസൺ പോലെയൊന്നും ആയിരിക്കില്ല. അതാണ് ഈ ഫിക്സർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ബ്രേസ് യുവർ സെൽഫ്, ഗെറ്റ് റെഡി, സ്റ്റോം ഈസ് കമ്മിങ് വീണ്ടും. അപ്പം എന്തായാലും 2 മാസം സമയമുണ്ട്. 2 മാസം സമയത്തിനുള്ള എത്രയും പെട്ടെന്ന് പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, പ്രീ സീസണ് മുന്നേ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് എത്തിക്കുക, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ക്ലബ്ബാണ്. ഇപ്പോൾ എന്തായാലും എംബോമയുടെ കാര്യത്തിൽ ഊഞ്ഞാലായിട്ട് നിൽക്കുകയാണ്. പ്ലെയറിന് വരാൻ താല്പര്യമുണ്ട്, പക്ഷേ നമുക്കൊരു ഡീല് ബ്രെൻഫോർഡായിട്ട് സൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവഞ്ച്വലി എത്തും, പക്ഷേ എത്രയും വേഗം കാര്യങ്ങളൊക്കെ തീർപ്പാക്കി അടുത്ത ടാർഗറ്റിലേക്ക് പോവുക, വേഗം കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുക എന്നുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി ചെയ്ത കണ്ടില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളും കാര്യമായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലിവർപൂൾ ആണെങ്കിൽ അവർ വിറ്റ്സിനെ സൈൻ ചെയ്തു, മാത്രമല്ല ഫ്രിംബോങ്ങിനെ സൈൻ ചെയ്തു, ഇനി കെർക്കസിനെ സൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതിന് ശേഷം എന്താണ് ഇനിയിപ്പോൾ ഈ എംബോമ കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തെളിവോ ഉറപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. എക്കിറ്റിക്ക് ആരെങ്കിലൊക്കെ വരട്ടെ, കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബാക്കിയുള്ള മണ്ടന്മാരെയൊക്കെ ഒഴിവാക്ക്. അത് ഇവിടെ യാതൊരു തീരുമാനം ആവണില്ല എന്നുള്ളതാണ് അടുത്ത ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒനാനയുടെ കാര്യത്തിൽ നമ്മളിത് കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഒനാന ഒരു പക്ഷെ നിന്നേക്കും എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റൊന്നുമല്ല, പക്ഷേ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് അമോറിയും ഒനാനയായിട്ടുണ്ട്. അതുപോലെ തന്നെ എംബുഅമ്മനെയും കൂടെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒനാന പറഞ്ഞിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒനാനേനെ ഒരു സീസണും കൂടി നിർത്തിയേക്കെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒനാന ഈസ് എ പ്രോബ്ലം, പക്ഷേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്ന ഒനാനയാണെന്ന് തോന്നുന്നില്ല. വേറെയും കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒനാനയിലേക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഒനാനയുടെ കാര്യത്തിൽ ഒനാന ഒരുപക്ഷെ തുടർന്നേക്കെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വേറെ ക്ലബ്ബുകൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കത് പാരയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഇപ്പം മാലിക് ഫഫാനെ നോക്കുന്നുണ്ട്, ലിയോണിൻ്റെ. ആ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്.
നമ്മളായിട്ടുള്ള കളിയിൽ അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്തൊരു പ്ലെയറായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ചെൽസി ഗാർനാച്ചോനെ നോക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗാർനാച്ചോയ്ക്ക് ചെൽസിയിലേക്ക് പോകാൻ പറ്റില്ല. അവർ ഫൊഫാനനെ സൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഗാർനാച്ചോ അങ്ങോട്ട് പോകും, സ്പേഴ്സിലേക്കോ അല്ലെങ്കിൽ ആഴ്സണലിലേക്കോ പോകേണ്ടി വരും. അപ്പോൾ ആഴ്സണലിൽ പേരടക്കിയെങ്കിൽ ലിങ്ക് ആയിരുന്നു, പക്ഷേ അതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഇവനിവിടെ പ്രീമിയർ ലീഗിൽ നിൽക്കാനാണെങ്കിൽ വേറെ ഏത് ക്ലബ്ബ് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഹോയിലൻഡിൻ്റെ കേസ് പറഞ്ഞത് ഹോയിലൻഡിന് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യമൊന്നും. ഇപ്പം ഇവന് ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് പോരെ, ഇനിയും ക്ലബ്ബിൽ നിന്ന് ഫൈറ്റ് ചെയ്യണമായിരിക്കുമോ? അപ്പോൾ അവനും ഒഴിയാബാധയായിട്ട് നിൽക്കുന്നതാണ് തോന്നുന്നത്. ഇവനൊന്നും വലിയ വേജസിലുള്ള പ്ലെയറൊന്നും അല്ല. ഈ പറയുന്ന പോലെ വേജസ് ഹൈ ആയതുകൊണ്ടാണ് അവനെ മേടിക്കാൻ പറ്റാത്തത്, അങ്ങനെയൊന്നും സിറ്റുവേഷനൊന്നുമില്ല. ഇവനൊന്നും അത്ര വലിയ വേജൊന്നുമില്ല. പക്ഷേ ഇവന്മാരൊന്നും പോകാണ്ട് നിൽക്കുകയാണ്, ഇവനെ കടിച്ചു തൂങ്ങി നിൽക്കുക, പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ള മൈൻഡിലേക്കണവന്മാരൊക്കെയാണ്. ഇപ്പോൾ ഹോയിലൻഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അവനെ ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെ സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിച്ചുകൊണ്ട് അടുത്ത സീസണിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും 15ാം സ്ഥാനത്ത് നമ്മൾ ഫിനിഷ് ചെയ്യും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ആകെ 2 മാസം സമയമുള്ളൂ. സെപ്റ്റംബർ 1 ആകുമ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകും. അപ്പോൾ അതുകൊണ്ട് ഉള്ള നേരത്തെ ഒഴിവാക്കി ആരെങ്കിലും കൊണ്ടുവരിക. അതുപോലെ റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലും നേരത്തെ ഗാർനാച്ചോയുടെ കേസ് പറഞ്ഞ പോലെ അവൻ്റെ സ്വപ്നം ബാർസലോണയിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ബാർസലോണയ്ക്ക് നിക്കോ വില്യംസിന് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൻ അങ്ങോട്ട് പോകും, ഇവൻ വേജസ് കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. മാത്രമല്ല അൽ ഹിലാലിനൊക്കെ വേണമെങ്കിൽ നോക്കാവുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്മർ പോയതിന് ശേഷം അവർക്കൊരു സൂപ്പർ സ്റ്റാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അൽ ഹിലാലൊന്നും ഇവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റേ സാൻജോയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ സാൻജോയ്ക്കാണെങ്കിലും അവനവിടെ ലോണിൽ പോയാൽ മതി, കാരണം അടുത്ത കൊല്ലം ഫ്രീ ഏജൻ്റാവും. ഫ്രീ ഏജൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ അവന് നല്ലൊരു സൈൻ ഓൺ ബോണസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സാൻജോയ്ക്ക് എങ്ങനെയെങ്കിലും ലോണിൽ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് അവനൊന്നും വേജ് കുറയ്ക്കാൻ തയ്യാറല്ല. അപ്പോൾ അതാണ് ഈ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്രാപ്പായിട്ടിരിക്കുന്നൊരു ചില സംഗതികളെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ശരിക്കും ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അണ്ടർ 21 വിടും, അവിടെ പോയി നിങ്ങളുടെ കരിയർ നശിച്ച് പൊക്കോളും എന്നങ്ങോട്ട് പറയണം. അതിന് സാലറി തരണമെങ്കിൽ തരാം, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അണ്ടർ 21 പോയി കളിച്ചത്. പണ്ട് നമ്മൾ ഷ്വൈൻസ്റ്റൈഗറിന് അങ്ങനെ വിട്ടതാണ് മൊറീഞ്ഞോ. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, എങ്കിൽ മാത്രമേ ഇവന്മാർ സ്വയം ഇറങ്ങി പോവുള്ളൂ. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.